എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എറർ കറക്ഷൻ, സിംഗിൾ ബിറ്റ് എറർ കറക്ഷൻ. എറർ കറക്ഷൻ ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് ദാൻ എറർ ഡിറ്റക്ഷൻ. ഈ എറർ ഡിറ്റക്ഷൻ എന്ന ടാസ്കിനേക്കാളും കുറച്ച് പ്രയാസമേറിയ ടാസ്ക്കാണ് എന്ത്? എറർ കറക്ഷൻ. എറർ ഡിറ്റക്ഷൻ എന്ന ടാസ്കിനേക്കാളും കുറച്ച് പ്രയാസമേറിയ ടാസ്ക്കാണ് എന്ത്? എറർ കറക്ഷൻ. അപ്പോൾ ഏറ്റവും എളുപ്പം എന്താണ്? എറർ ഡിറ്റക്ഷൻ ആണ്. എറർ കറക്ഷനേക്കാളും എളുപ്പം എറർ ഡിറ്റക്ഷൻ തന്നെയാണ്. ഇൻ എറർ കറക്ഷൻ വി നീഡ് ടു നോ ദി എക്സാക്ട് നമ്പർ ഓഫ് ബിറ്റ്സ് ദാറ്റ് ആർ കറപ്റ്റഡ് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ദെയർ ലൊക്കേഷൻ ഇൻ ദി മെസ്സേജ്. എറർ കറക്ഷൻ മെത്തേഡിൽ കറപ്റ്റായ എക്സാക്ട് നമ്പർ ഓഫ് ബിറ്റ്സും മെസ്സേജിൽ അവയുടെ ലൊക്കേഷനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എറർ കറക്ഷൻ മെത്തേഡിൽ കറപ്റ്റായ എക്സാക്ട് നമ്പർ ഓഫ് ബിറ്റ്സും അതുപോലെ മെസ്സേജിൽ അവയുടെ ലൊക്കേഷനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ദെയർ ആർ ടു മെയിൻ മെത്തേഡ്സ് ഓഫ് എറർ കറക്ഷൻ. അപ്പം എറർ കറക്ഷന് മെയിനായിട്ട് രണ്ട് മെത്തേഡുകളാണ് ഉള്ളത്. ഒന്നെന്താണ്? ഫോർവേഡ് എറർ കറക്ഷനും രണ്ടാമത്തേത് കറക്ഷൻ ബൈ റീട്രാൻസ്മിഷനും. ഫസ്റ്റത്താണ് ഫോർവേഡ് എറർ കറക്ഷൻ. ഇറ്റ് ഈസ് ദി പ്രോസസ് ഇൻ വിച്ച് ദി റിസീവർ ട്രൈസ് ടു ഗെസ് ദി മെസ്സേജ് ബൈ യൂസിങ് റിഡണ്ടൻറ്റ് ബിറ്റ്സ്. അപ്പം റിഡണ്ടൻറ്റ് ബിറ്റ്, അതായത് നമ്മൾ ഡാറ്റയുടെ കൂടെ എറർ ഡിറ്റക്ഷനും കറക്ഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ബിറ്റാണെന്ത്? റിഡണ്ടൻറ്റ് ബിറ്റ്. ആ റിഡണ്ടൻറ്റ് ബിറ്റ് ഉപയോഗിച്ച് മെസ്സേജിനെ ഗസ് ചെയ്യുന്ന പ്രോസസ്സാണെന്ത്? ഫോർവേഡ് എറർ കറക്ഷൻ. ആ റിഡണ്ടൻറ്റ് ബിറ്റ് ഉപയോഗിച്ച് മെസ്സേജിനെ ഗസ് ചെയ്യുന്ന പ്രോസസ്സാണെന്ത്? ഫോർവേഡ് എറർ കറക്ഷൻ. അപ്പോൾ ഇവിടെ റിസീവർ സെൻഡറോട് മെസ്സേജ് റീസെൻഡ് ചെയ്യാൻ പറയുന്നില്ല, പകരം എന്താണ്? ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ നോക്കും. അടുത്താണ് കറക്ഷൻ ബൈ റീട്രാൻസ്മിഷൻ. ഇറ്റ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് ദി റിസീവർ ഡിറ്റക്ട്സ് ദി ഒക്കറൻസ് ഓഫ് ആൻ എറർ ആൻഡ് ആസ്ക് ദി സെൻഡർ ടു റീസെൻഡ് ദി മെസ്സേജ്. അപ്പോൾ ഇവിടെ റിസീവർ എററിൻ്റെ ഒക്കറൻസ് ഡിറ്റക്ട് ചെയ്യുകയും സെൻഡറിനോട് മെസ്സേജ് റീസെൻഡ് ചെയ്യാൻ പറയുകയും ചെയ്യും. അപ്പോൾ റിസീവർ എന്ത് ചെയ്യുന്നുണ്ട്? എററിനെ ഡിറ്റക്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? സെൻഡറിനോട് മെസ്സേജിനെ റീസെൻഡ് ചെയ്യാൻ പറയും. നെക്സ്റ്റ്, സിംഗിൾ ബിറ്റ് എറർ കറക്ഷൻ. Single bit error can be detected by the addition of a redundant bit to the data unit. അപ്പം നമ്മുടെ ഡാറ്റ യൂണിറ്റിൻ്റെ കൂടെ റിഡണ്ടൻറ്റ് ബിറ്റ് ആഡ് ചെയ്താൽ സിംഗിൾ ബിറ്റ് എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും. എ സിംഗിൾ അഡീഷണൽ ബിറ്റ് ക്യാൻ ഡിറ്റക്ട് സിംഗിൾ ബിറ്റ് എറേഴ്സ് ഇൻ എനി സീക്വൻസ് ഓഫ് ബിറ്റ്സ് ബിക്കോസ് ഇറ്റ് മസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓൺലി ടു കണ്ടീഷൻസ്: എറർ, നോ എറർ. ബിറ്റ്സിൻ്റെ ഏത് സീക്വൻസിലെയും സിംഗിൾ ബിറ്റ് എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ സിംഗിൾ അഡീഷണൽ ബിറ്റ് ഉപയോഗിച്ച് കഴിയുന്നതാണ്. കാരണം ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എറർ, നോ എറർ എന്ന രണ്ട് കണ്ടീഷനാണ്. ടു കറക്റ്റ് ദി എറർ, റിസീവർ സിംപ്ലി റിവേഴ്സസ് ദി വാല്യൂ ഓഫ് ദി ആൾട്ടേർഡ് ബിറ്റ്. ടു ഡു സോ ഇറ്റ് മസ്റ്റ് നോ വിച്ച് ബിറ്റ് ഈസ് ഇൻ എറർ. ഇപ്പോൾ സിംഗിൾ ബിറ്റ് എററിൻ്റെ കേസിൽ എറർ കറക്റ്റ് ചെയ്യാൻ റിസീവർ ആൾട്ടേർഡ് ബിറ്റിൻ്റെ, അതായത് കറപ്റ്റഡ് ബിറ്റിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഏത് ബിറ്റാണ് എറർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. 3-bit redundancy code should be adequate because these bits can show 8 different stages 0000 to 111 and can therefore indicate the locations of 8 different possibilities. നമുക്ക് എറേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ ശരിക്കും 3-bit റിഡണ്ടൻസി കോഡ് തന്നെ മതിയാവും. കാരണം എന്താണ്? 3-bit ഉപയോഗിച്ച്, അതായത് 0000 to 111 വരെ 8 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. ആയതുകൊണ്ട് 8 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസിൻ്റെ ലൊക്കേഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ കഴിയും. To calculate the number of redundancy bits required to correct a given number of data bits, we must find the relationship between m and r. ഒരു ഗിവൺ നമ്പർ ഓഫ് ഡാറ്റ ബിറ്റ് അത് m ആയി എടുക്കുക. ഒരു ഗിവൺ നമ്പർ ഓഫ് ഡാറ്റ ബിറ്റിനെ കറക്റ്റ് ചെയ്യാൻ എത്ര നമ്പർ റിഡണ്ടൻറ്റ് ബിറ്റാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ 2r ഗ്രേറ്റർ ഓർ ഈക്വൽ ടു m പ്ലസ് r+1 എന്ന ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഗിവൺ നമ്പർ ഓഫ് ഡാറ്റ ബിറ്റിനെ കറക്റ്റ് ചെയ്യാൻ എത്ര നമ്പർ റിഡണ്ടൻറ്റ് ബിറ്റാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ 2r ഗ്രേറ്റർ ഓർ ഈക്വൽ ടു m പ്ലസ് r+1 എന്ന ഫോർമുല ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്പർ ഓഫ് ഡാറ്റ ബിറ്റ് കിട്ടിയാൽ എത്ര റിഡണ്ടൻറ്റ് ബിറ്റാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കാം. സപ്പോസ് നമ്പർ ഓഫ് ഡാറ്റ ബിറ്റ് 4 ആണെന്ന് വിചാരിക്കുക. സോ r-ന് 1 എന്ന് വാല്യൂ കൊടുക്കുമ്പോൾ 2^1 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 4 പ്ലസ് 1 പ്ലസ് 1. സോ 2 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 6 എന്ന് കിട്ടും. അത് ഫാൾസ് ആണ്. നെക്സ്റ്റ് r-ന് 2 എന്ന വാല്യൂ കൊടുത്താൽ 2^2 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 4 പ്ലസ് 2 പ്ലസ് 1. സോ 4 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 7, അതും ഫാൾസ് ആണ്. ഇനി r-ന് 3 എന്ന വാല്യൂ കൊടുത്താൽ 2^3 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 4 പ്ലസ് 3 പ്ലസ് 1, അതായത് 8 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 8, അതെന്താണ്? ട്രൂ ആണ്. സോ
ഡാറ്റ ബിറ്റ് 4 വരുന്ന കേസിൽ 3 ബിറ്റ് റിഡണ്ടൻറ്റ് ബിറ്റ് ആഡ് ചെയ്ത് എറർ കറക്റ്റ് ചെയ്യാൻ കഴിയും.